ഇന്ത്യയിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ് ജ്ഞാനപീഠം പുരസ്കാരം. സാഹിത്യത്തിൻ്റെ നൊബേൽ എന്നു വിളിക്കപ്പെടുന്ന ഈ അവാർഡ് നേടിയവർ ഇന്ത്യൻ ഭാഷകളുടെ അഭിമാനങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ജ്ഞാനപീഠത്തിൻ്റെ തുടക്കം, അതിൻ്റെ പ്രാധാന്യം, കേരളത്തിൽ ഇതുവരെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തികൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അറിയാം. ഉത്തർപ്രദേശിലെ പ്രമുഖ വ്യവസായിയും സാഹിത്യസ്നേഹിയുമായിരുന്ന സാഹു ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ജ്ഞാനപീഠം പുരസ്കാരങ്ങൾ നൽകുന്നത്. ആരംഭിക്കാനുള്ള കാരണം, ഇന്ത്യയിൽ 22 സാഹിത്യ ഭാഷകളുണ്ട്. ആ ഭാഷകളിലെല്ലാം എഴുതപ്പെട്ട സാഹിത്യങ്ങൾക്ക് ഒരു ഏകോപിത ദേശീയ അംഗീകാരം ഉണ്ടാകണം എന്ന ആശയം. ലോകത്തിൽ നൊബേൽ സമ്മാനം പോലെയുള്ള അംഗീകാരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ സാഹിത്യ പ്രതിഭകൾക്കും ഏറ്റവും ഉയർന്ന അംഗീകാരവും ബഹുമതിയും നൽകണമെന്ന് കരുതി. ജ്ഞാനപീഠം സർക്കാരിന്റെ നേരിട്ടുള്ള അവാർഡല്ല. പക്ഷേ ഇന്ത്യ സർക്കാർ ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റിനെ അംഗീകരിക്കുകയും സാഹിത്യ മേഖലയിൽ ഏറ്റവും വലിയ സ്വകാര്യ ദേശീയ അവാർഡായി മാന്യമായ അംഗീകാരം നൽകുകയും ചെയ്തു. സർക്കാർ തലത്തിൽ സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടെങ്കിലും ജ്ഞാനപീഠ പുരസ്കാരം സാഹിത്യജ്ഞരുടെ ഇടയിൽ പരമോന്നത ബഹുമതിയായി കണക്കാക്കുന്നു. 1961 ജ്ഞാനപീഠം ട്രസ്റ്റ് ആരംഭിച്ചു. 1965 ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നൽകി. മലയാളത്തിന്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1965 മുതൽ 81 വരെ ഒരു കൃതിയെ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയിരുന്നത്. 1982 മുതൽ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയെ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകുന്നത്. എന്നാൽ ചിലപ്പോൾ ചില പ്രധാന കൃതികൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാറുണ്ട്. തുടക്കത്തിൽ പുരസ്കാര തുക കുറവായിരുന്നു. ഇപ്പോൾ 11 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. മലയാള സാഹിത്യത്തിന്റെ സമ്പത്ത് ലോകത്തിനു മുന്നിൽ തെളിയിച്ച 6 മലയാളി സാഹിത്യകാരന്മാർക്ക് ഇതുവരെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് എസ്.കെ. പൊറ്റക്കാട്. 1980 അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പിന്നീട് ലഭിച്ച പുരസ്കാരങ്ങൾ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയെ കണക്കിലെടുത്താണ്. മൂന്നാമതായി തകഴി ശിവശങ്കരപ്പിള്ള 1984, 4 എം.ടി. വാസുദേവൻ നായർ 1995, 5 ഒ.എൻ.വി. കുറുപ്പ് 2007, 6 അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഈ സാഹിത്യകാരന്മാരെ കുറിച്ച് അല്പം വിശദമായി മനസ്സിലാക്കാം. അതിനു മുന്നേ ജ്ഞാനപീഠത്തിന്റെ രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത് താരാശങ്കർ ബാനർജി എന്ന ബംഗാളി എഴുത്തുകാരനാണ്. 1966 ഇത് ലഭിച്ചത്. അവസാനത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2024 വിനോദ് കുമാർ ശുക്ല എന്ന ഹിന്ദി സാഹിത്യകാരനാണ് 59ാമത്തെ പുരസ്കാരം ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ മഹാകവി, അധ്യാപകനും കവിയുമായിരുന്ന അദ്ദേഹം സങ്കീർണമായ ചിന്തകളെ മനോഹരമായ ശൈലിയിൽ അവതരിപ്പിച്ചു. 1901 ജൂൺ 3 എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ഉപന്യാസകൻ, വിവർത്തകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. പെരുന്തച്ചൻ, സൂര്യകാന്തി, ഓടക്കുഴൽ, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, സാഹിത്യ കൗതുകം, ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും, നിമിഷം, പതികന്റെ പാട്ട്, പൂജാപുഷ്പം തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.
ഓർമ്മകളുടെ ഓളങ്ങളിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1965 ജ്ഞാനപീഠം പുരസ്കാരം, 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, 1968 പത്മഭൂഷൺ പുരസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠം പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1978 ഫെബ്രുവരി 2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. കോഴിക്കോട് ചാലപ്പുറം ഗണപതി സ്കൂൾ, സാമൂതിരി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1937-39 വർഷങ്ങളിൽ കോഴിക്കോട്ടെ ഗുജറാത്തി വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. ഇക്കാലത്താണ് അദ്ദേഹത്തിന് യാത്രകളിൽ താല്പര്യം ജനിക്കുന്നത്. 1939 ശേഷം കുറച്ചുകാലം ബോംബെയിൽ ജോലി ചെയ്തു. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ ഈ കാലയളവിൽ അദ്ദേഹം പരിശ്രമിച്ചു. 1949 കപ്പൽ മാർഗം ആദ്യത്തെ വിദേശയാത്ര നടത്തി. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും പലതവണ സന്ദർശിക്കുകയും ഓരോ സ്ഥലത്തെയും സാമാന്യ മനുഷ്യരുമായി ഇടപഴകുകയും ചെയ്തു. നവീനമായ യാത്രാ വിവരണ സാഹിത്യ ശാഖയ്ക്ക് എസ് കെയുടെ സംഭാവനകൾ വിലപ്പെട്ടതാണ്. 1962 തലശ്ശേരിയിൽ നിന്നും സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തി. തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു പൊറ്റക്കാട്. സഞ്ചാര സാഹിത്യ ശാഖയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട ചില കൃതികൾ: ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിശ്വകന്യക, യാത്രാ പുസ്തകങ്ങൾ, നാടൻ പ്രേമം, തിരഞ്ഞെടുത്ത കഥകൾ, കാശ്മീർ, കാപ്പിരികളുടെ നാട്ടിൽ, ഹിമാലയ യാത്ര, സിംഹഭൂമി, നൈൽ ഡയറി, ഇന്തോനേഷ്യൻ ഡയറി, ബൊഹീമിയൻ ചിത്രങ്ങൾ. എസ് കെ പൊറ്റക്കാടിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 1962 ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1980 ഇതേ കൃതിക്ക് തന്നെ ജ്ഞാനപീഠം പുരസ്കാരവും ലഭിച്ചു. 1982 ഓഗസ്റ്റ് 6 മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കോഴിക്കോട് വെച്ച് അന്തരിച്ചു. തകഴി ശിവശങ്കരപ്പിള്ള. നോവൽ, ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാളത്തിലെ പ്രചാരകനായിരുന്നു ഇദ്ദേഹം. വ്യക്തിയേക്കാൾ സമൂഹത്തിന്റെ ചിത്രം കൂടുതലായി തെളിയുന്നതാണ് തകഴിയുടെ നോവലുകൾ. സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരനാണ് ഇദ്ദേഹം. കേരള മോപ്പസാങ് എന്നും കുട്ടനാടിന്റെ കഥാകാരൻ എന്നും തകഴിയെ വിശേഷിപ്പിക്കാറുണ്ട്. തിരുവനന്തപുരം ലോ കോളേജിലെ പഠനത്തിനു ശേഷം കേരള കേസരി പത്രത്തിൽ ജോലിക്ക് ചേർന്നതോടെയാണ് തകഴിയുടെ സാഹിത്യ ജീവിതം തഴച്ചു വളരുന്നത്. ഈ കാലയളവിൽ ചെറുകഥാ രംഗത്ത് സജീവമായി. ഇദ്ദേഹത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത്. 1965 ചെമ്മീൻ എന്ന നോവൽ രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ എന്നീ നോവലുകൾ ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, തഹസിൽദാരുടെ അച്ഛൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ തുടങ്ങി 39 നോവലുകളും 600-ൽ പരം ചെറുകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. തകഴിക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 1957
സാഹിത്യ അക്കാദമി അവാർഡ് ചെമ്മീൻ എന്ന കൃതിക്കായിരുന്നു. 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏണിപ്പടികൾ. 1984 വയലാർ അവാർഡ്. 1984 ജ്ഞാനപീഠം പുരസ്കാരം. 1985 പത്മഭൂഷൺ. 1994 എഴുത്തച്ഛൻ പുരസ്കാരം. 1999 ഏപ്രിൽ 10 87-ാമത്തെ വയസ്സിൽ മഹാനായ സാഹിത്യകാരൻ ജന്മനാട്ടിലെ തറവാട്ടു വീട്ടിൽ വെച്ച് അന്തരിച്ചു. MT വാസുദേവൻ നായർ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തനായ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന MT വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നീട് ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും കണക്ക് അധ്യാപകനായിരുന്നു. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ചു. തുടർന്ന് 1957 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സാഹിത്യ രചന തുടങ്ങി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MTയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1-ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീരുന്നത്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 1958 പ്രഥമ നോവലായ നാലുകെട്ട് പ്രസിദ്ധീകരിച്ചു. പ്രധാന രചനകൾ നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാം ഊഴം, ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, കുട്ടിയടത്തി, ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ചൻ, പരിണയം. 50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം എന്നീ ചലച്ചിത്ര തിരക്കഥകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതുകൂടാതെ 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കാലം എന്ന കൃതിക്ക് ലഭിച്ചു. 1958 വയലാർ അവാർഡ് രണ്ടാമൂഴം എന്ന കൃതിക്ക് ലഭിച്ചു. അതേ വർഷത്തിൽ തന്നെ ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിനുള്ള അമൂല്യമായ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1995 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 2005 പത്മഭൂഷൺ നൽകി MT എന്ന പ്രതിഭയെ ഭാരത സർക്കാർ ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം MTക്ക് ലഭിച്ചു. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2024 ഡിസംബർ 25 കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് MT അന്തരിച്ചു. ONV കുറുപ്പ് മലയാളത്തിന്റെ മഹാകവിയും ഗാനരചയിതാവും ചിന്തകനുമായിരുന്ന ONV കുറുപ്പ് 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി, തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു. 1986 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും 1 വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാരചന തുടങ്ങിയിരുന്നു ONV. ONVയുടെ ആദ്യ കവിതയായിരുന്നു മുന്നോട്ട്.
6 പതിറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ രചനകൾ അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി, സ്വയംവരം, തോന്യാക്ഷരങ്ങൾ, കവിതയിലെ സമാന്തര രേഖകൾ, മയിൽപ്പീലി, ഒരു തുള്ളി വെളിച്ചം, മൃഗയ, വളപ്പൊട്ടുകൾ, വെറുതെ. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ: 1971 അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും, 1975 അക്ഷരം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, 1982 ഉപ്പ് എന്ന കൃതിക്ക് വയലാർ രാമവർമ്മ അവാർഡും ലഭിച്ചു. 1998 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത്. അതേ വർഷം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. 2007 തന്നെ കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 2011 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1989 പുറത്തിറങ്ങിയ വൈശാലി എന്ന ചലച്ചിത്രത്തിലെ ഗാനരചനയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ONV കൾച്ചറൽ അക്കാദമി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി 2017 മുതൽ ONV ലിറ്റററി അവാർഡ് നൽകി വരുന്നു. തിരുവനന്തപുരം വഴുതക്കാടായിരുന്നു അദ്ദേഹം സകുടുംബം താമസിച്ചിരുന്നത്. 2016 ഫെബ്രുവരി 13 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാളത്തിലെ മഹാനായ കവിയും ചിന്തകനുമായിരുന്നു. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി സാഹിത്യകാരനാണ് അക്കിത്തം. സമകാലീന മലയാള കവിതയുടെ ആചാര്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ഗ്രാമത്തിലാണ് ജനനം. ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു. മംഗളോദയം, യോഗക്ഷേമം എന്നീ പത്രത്തിന്റെ സഹപത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട്, തൃശൂർ ആകാശവാണി നിലയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ 46ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, വെണ്ണക്കല്ലിന്റെ കഥ, ഒരു കുല മുന്തിരിങ്ങ, ഭാഗവതം, വിവർത്തനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങൾ, ഉപനയനം, സമാവർത്തനം. പ്രധാന പുരസ്കാരങ്ങൾ: 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1974 ഓടക്കുഴൽ പുരസ്കാരം, 1952 സഞ്ചയൻ പുരസ്കാരം, 2002 പത്മപ്രഭ പുരസ്കാരം, 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 വയലാർ അവാർഡ്, 2017 പത്മശ്രീ, 2019 ജ്ഞാനപീഠം പുരസ്കാരം. 2020 ഒക്ടോബർ 15 അദ്ദേഹം അന്തരിച്ചു. ജ്ഞാനപീഠത്തെക്കുറിച്ചുള്ള ഈ ടോപ്പിക് PDF രൂപത്തിൽ ആവശ്യമുള്ളവർ കമന്റിൽ നിങ്ങളുടെ മെയിൽ ID നൽകിയാൽ മതി. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ചരിത്രവും അത് ലഭിച്ച മലയാളി സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമാവുമെന്ന് കരുതുന്നു. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.